എന്താമേ, എന്തു പറ്റി? അതെ, ആ ടീച്ചർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ മാളുവിനെ കണ്ട് അനുരഞ്ജനത്തിന് വരിക. അങ്ങനെങ്കിലും ആണെങ്കിലേ ഒരു കാരണവശാലും മാളുവിനെ അവരുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കരുത്. അതെങ്ങനെയാമേ? ടീച്ചർ ഇവിടെ വരെ വന്നിട്ട് അവൾ ഇവിടെ ഇല്ലെന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പൊ ശരിയും തെറ്റും നോക്കാൻ പറ്റിയ സമയമല്ല ശ്രുതി. ആദ്യം അവര് വന്നത് എന്തിനാണെന്ന് അറിയട്ടെ. ഇനി അഥവാ മാളുവിനെ കണ്ടേ അടങ്ങുമെന്ന് വാശി പിടിച്ച നമ്മുടെ മുന്നിൽ വെച്ച് മതി സംസാരമൊക്കെ. കേട്ടല്ലോ? ആ, ആരിത്? ടീച്ചറോ? എന്താ ഈ വഴിയൊക്കെ? പറയാം. അശ്വതി ഇല്ലേ ഇവിടെ? ആ, മുരളി ഓഫീസിലാണല്ലേ? അതെ. ടീച്ചർ വരൂ, ഇരിക്കു ടീച്ചറെ. മാളു ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അവളിവിടെ ഉണ്ട്. അവക്ക് നല്ല സുഖമില്ല, കിടക്കുക. എന്തുപറ്റി? അതീ കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും. ഒടുക്കത്തെ ചൂടല്ലയോ, രാത്രി നല്ല മഞ്ഞും, ജലദോഷപ്പനിയാ. കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ടീച്ചറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട അശ്വതി. ഞാൻ വന്നത് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനാ. എന്റെ മകന്റെ പേരിൽ മാളു അയച്ച വക്കീൽ നോട്ടീസ് കിട്ടി. അത് അവന് വേണ്ടി കൈപ്പറ്റിയത് ഞാനാ. ഒരു കണക്കിന് നോക്കിയാൽ മാളുവിന്റെ നിലപാടാണ് ശരി. ഇനിയിപ്പോ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനിയൊരു പരീക്ഷണത്തിന് മുതിരാതിരിക്കുന്നതാ നല്ലത്. അതുകൊണ്ടൊക്കെ തന്നെയാ ആ വക്കീൽ നോട്ടീസ് അങ്ങ് കൈപ്പറ്റിയത്. അല്ല, ടീച്ചർ കൈപ്പറ്റിയിട്ട് കാര്യമില്ലല്ലോ. അതിന് മറുപടിയും സമ്മതവും പറയേണ്ടത് ടീച്ചറിന്റെ മോനല്ലയോ? ആളിപ്പോ എവിടെ ഉണ്ടെന്ന് വല്ല പിടിയുണ്ടോ? അത് സാരമില്ല. സമയമാകുമ്പോഴേക്കും അവനെ കോടതിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കോടതിയിലേക്കൊന്നും വലിച്ചു നീട്ടാതെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒതുക്കി തീർക്കുന്നതല്ലേ ടീച്ചറെ നല്ലത്? അത് തന്നെയാ എനിക്കും താല്പര്യം. പക്ഷെ അശ്വതി, കാര്യങ്ങൾ അങ്ങനെ പോകുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. വ്യക്തതയോ? അതേത് കാര്യത്തില്? പറയാം. ഒന്നാമത്തെ കാര്യം, മാളു മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്ന് എനിക്കറിയണം. അതിന് ടീച്ചർക്ക് സംശയമൊന്നും വേണ്ട. മാളു ഞങ്ങളോടൊന്ന് ആലോചിക്കാതെ പോരുവാ അഡ്വക്കേറ്റിനെ കണ്ടതും പെറ്റീഷൻ മൂവ് ചെയ്തതും. അതിന്ന് തന്നെ അവളുടെ താല്പര്യം എന്താന്ന് ടീച്ചർക്ക് ഊഹിക്കാലോ. ആ, എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അശ്വതി. പക്ഷേ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ ഇവിടെ. എന്റെ മുന്നിൽ വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെറ്റീഷൻ മൂവ് ചെയ്തതെന്ന് ഒന്ന് സമ്മതിച്ചാൽ മതി. എങ്കിൽ സന്തോഷത്തോടെ എന്റെ മോനെ കൊണ്ട് ഞാനായിട്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചോളാം. അല്ല, അതിപ്പോ മാളു സമ്മതിച്ചാലേ ടീച്ചർ വിശ്വസിക്കുള്ളൂന്നൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാ ഇന്ദിരാമേ. അതിൽ നിന്ന് കടുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല ഞാൻ. അശ്വതി, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ടീച്ചർ ഇരിക്കെ, ഞാൻ അവളെ ഇപ്പൊ വിളിക്കാം. വേണ്ട, റൂമിലില്ലേ, ഞാൻ പോയി കണ്ടോളാം. അല്ലാതെയും ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അശ്വതി, നീ സൂക്ഷിച്ചോ. അവളെ സങ്കടം പറഞ്ഞ് മയക്കി കൂടെ കൊണ്ടുപോകാൻ അവര് വന്നിരിക്കുന്നത്. അതെ, വലിയ സൽക്കാരത്തിനൊരുങ്ങാതെ നമ്മുടെ കൊച്ചിന്റെ നിഴൽവെട്ടത്ത് തന്നെ നമ്മൾ ഉണ്ടാവണം. ഇല്ലെങ്കിലേ കണ്ണീരും കയ്യും പറഞ്ഞ് നമ്മുടെ കൊച്ചിനെ അവരങ്ങ് വിളിച്ചോണ്ട് പോകും. മാളു, എന്തുപറ്റി? എന്താ ആകെ ഡള്ളായിരിക്കുന്നത്? സുഖമില്ലേ നിനക്ക്? ഒന്നുമില്ല ആന്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പലതവണ വിളിച്ചിട്ടും നീ കോൾ അറ്റൻഡ് ചെയ്യാത്തതിന്റെ കാരണം എനിക്ക് ഇന്നലെയാ മനസ്സിലായത്. നിന്റെ ഭർത്താവ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് അത് ഒപ്പിട്ട് വാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് തന്നെ ഉണ്ടായി. എന്തിനങ്ങനെ ഒരു നോട്ടീസ് അയച്ചു എന്നതിനെക്കുറിച്ച് ഇനി നമ്മൾ തമ്മിൽ ഒരു ചോദ്യവും പറച്ചിലും വേണ്ട മാളു. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്കറിയണം. അതിന് നിന്റെ ഉത്തരം സത്യസന്ധവുമായിരിക്കണം. അത് നിന്നിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടം വരെ വന്നത്. ജോബിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനൊരു നോട്ടീസ് അയച്ചത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ?
ഇനി അഥവാ നിന്റെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് നിന്റെ പരിപൂർണ സമ്മതമുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. പറ. നിന്നിൽ നിന്ന് അത് കേൾക്കാനാ ഞാൻ വന്നത്. കേട്ടിട്ടേ ഞാൻ പോകൂ. പറ മാളു. ആന്റി എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഒരു നോട്ടീസ് അയച്ചതിന്റെ പിന്നിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധമോ ഭീഷണിയൊന്നുമില്ല. അത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അയച്ചതാ. ഇങ്ങനൊന്ന് കേട്ടാ മതി എനിക്ക് നിന്നിൽ നിന്ന്. സന്തോഷം. നിന്നെ ഞാൻ തെറ്റു പറയില്ല. ഈ യുദ്ധത്തിൽ നീ എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, വിശ്വസിച്ചു. ഒപ്പം നിന്നപ്പോ അവസാനം വരെ അത് ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും നീ കൂടെ ഉണ്ടാവുന്ന തന്നെയായിരുന്നു മനസ്സിൽ ഉറപ്പിച്ചത്. പക്ഷെ ഒന്നും പറയാതെ പകുതിയിൽ വെച്ച് നീ പിന്മാറുകയാണ്. പൊയ്ക്കോ. എനിക്ക് നിന്നോടൊരു ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. നിനക്ക് ശരിയെന്ന് തോന്നിയത് നീ ചെയ്തു. സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടി. എന്തുകൊണ്ട് ജോബിൽ നിന്ന് നീ വിവാഹമോചനം ആവശ്യപ്പെട്ടു എന്നതിന് നിനക്ക് നിന്റേതായ ചില കാരണങ്ങളുണ്ടായിരുന്നു. എനിക്കും കൂടി അറിയാവുന്നത്. പക്ഷെ അതിന് കാരണമായി നീ ആ നോട്ടീസിൽ എഴുതി പിടിപ്പിച്ചത് അതൊന്നും ആയിരുന്നില്ല. അപ്പുവുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ജോബിനുമായി ഒരു കുടുംബജീവിതം നിനക്ക് സാധ്യമല്ലെന്ന്, അല്ലേ? സത്യം പറമാളൂ, അതാണോ കാരണം? അതോ ജോബിന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി നീ അങ്ങനൊരു കാരണം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ? മാളു പറ, എന്താ നിന്റെ ഉദ്ദേശം? അപ്പുവുമായുള്ള സൗഹൃദമാണോ ജോബിനെ ഒഴിവാക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത്? അതാണോ അതിന്റെ സത്യം? അതെ ആന്റി, അത് തന്നെയാ അതിന്റെ സത്യം. ഏതായാലും ഡോക്ടർ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംശയിച്ചതല്ലേ, ആ സംശയം അതൊരു വേറെ സംശയം കിടക്കണ്ടെന്ന് ഞാൻ കരുതി. ശരി, സമ്മതിച്ചു. പക്ഷെ ജോബിനുമായുള്ള ഡിവോഴ്സിന് ശേഷം എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഭാവി ജീവിതം എങ്ങനെയാ? അതിനെക്കുറിച്ച് ചിന്തിച്ചോ നീ? എന്റെ ഭാവി ജീവിതം അപ്പോന്റെ കയ്യില. എന്താ എന്താ നീ പറഞ്ഞേ? നിന്റെ ഭാവി ജീവിതം എങ്ങനെ അപ്പുന്റെ കയ്യിലാവുന്നേ? പറയടി. അടിച്ചു നിന്നെ. അശ്വതി, വേണ്ട. ഇപ്പൊ അവളതൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ വന്നത് അതിനുമല്ല. അശ്വതി ഒന്ന് വന്നേ. വാ ഇന്ദിരാമ്മേ, വാ. ജോബിൻ, ജോബിൻ പ്ലീസ് 1 സെക്കൻഡ്. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. എന്താ എന്താ തനിക്ക് വേണ്ടത്? ഒന്നും വേണ്ട. എനിക്കൊരു 2 സെക്കൻഡ് സമയം തരാൻ പറ്റുമോ നിനക്ക്? യെസ്, തനിക്ക് എന്താ പറയാനുള്ളത്? പറ, വേഗം വേണം. ധൃതി കൂട്ടാതെ. നീ ഈ ഹോസ്പിറ്റലിൽ റീജോയിൻ ചെയ്യാൻ വന്നതല്ലെന്ന് എനിക്കറിയാം. റിസൈൻ ചെയ്യുന്നത് വർക്കിംഗ് ടൈമിൽ എപ്പോ വേണമെങ്കിലും ആവാലോ. പിന്നെ റെസിഗ്നേഷന്റെ ഹാർഡ് കോപ്പി ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോഫ്റ്റ് കോപ്പി മെയിൽ ചെയ്താലും മതിയല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ. ജോലി എപ്പോൾ റിസൈൻ ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഞാൻ ചെയ്തോളാം. അതിന് തന്റെ ഇടപെടലൊന്നും ആവശ്യമില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷെ ജോബിൻ, നീ ഒരു കാര്യം ഓർക്കണം. എന്തിനു വേണ്ടിയാണോ നീ ഇപ്പൊ ഈ ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ജോലി റിസൈൻ ചെയ്യാൻ പോവാണെന്നും അത് കഴിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് തന്നെ നീ രക്ഷപ്പെടാൻ പോവാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ ജോബിൻ, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഈ ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റ് ചെയ്തതായി ആരൊക്കെയോ ചേർന്ന് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സോറി, തന്റെ ഉപദേശം ആവശ്യമുള്ളപ്പോൾ ഞാൻ അറിയിക്കാം. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. നോ, നിനക്കൊന്നും അറിയില്ല. നീ ചെയ്തെന്ന് നിന്നെ സ്വയം വിശ്വസിപ്പിക്ക. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവര് അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്.
എന്താ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കം വിത്ത് മീ. നോ, ഞാൻ വരില്ല. ജോബിൻ പ്ലീസ്, ഈ ഒരേ ഒരു പ്രാവശ്യത്തേക്ക് നീ എന്റെ കൂടെ വാ. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. വേണം, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് നീ എന്നെ വെറുക്കോ ശപിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ജോബിൻ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാ പിന്നെ നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. എനിക്ക് നിന്നോട് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? കേൾക്കണം. എനിക്ക് വേണ്ടെങ്കിലും നിനക്കത് കേട്ടൂടെ? പ്ലീസ് കം, വാ. വണ്ടി എടുക്ക്, കേറ്. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും ആവട്ടെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് വേണ്ടി നീ ഇന്ന് കുറച്ച് സമയം സ്പെയർ ചെയ്തേ പറ്റൂ. കം, വണ്ടി എടുക്ക്, കേറ് ജോബൻ. ഹലോ മുരളിയേട്ടാ. എന്താ ശ്രുതി, പറ. മുരളിയേട്ടൻ ഓഫീസിലാണോ? അല്ല, ഞാൻ സൈറ്റിലാ. എന്താ ശ്രുതി? മുരളിയേട്ടാ, മുരളിയേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലേക്ക് വരണം. എന്താ ശ്രുതി, എന്താ കാര്യം? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെ, അത്യാവശ്യമാണ്. പെട്ടെന്നൊന്ന് വാ മുരളിയേട്ടാ. ഇവിടെ ടീച്ചർ വന്നിട്ടുണ്ട്, ഒന്ന് വേഗം വാ. ശരി, ഞാനിപ്പോ തന്നെ എത്തിയേക്കാം. ആ. എന്താ അശ്വതി, മുരളിയെ കിട്ടിയോ? ഉടനെ വരാന്ന് പറഞ്ഞു. എങ്കിൽ മുരളിയും കൂടെ വന്നിട്ട് ടീച്ചർ പോയാ മതിയെന്ന് പറയാം. ഈശ്വര, എന്തൊരു കഷ്ടകാലോ. ഇനിയെങ്കിലും നീ എന്നൊന്ന് വിശ്വസിക്ക് ജോബൻ. നിന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാ വീണ്ടും വീണ്ടും നിന്റെ മുന്നിൽ ഇങ്ങനെ യാചിക്കുന്നേ. ദേ, നീ എന്നെ ഒഴിവാക്കിക്കോളൂ, എനിക്കതിൽ ഒരു പരാതിയില്ല. പക്ഷേ സ്നേഹിച്ചു പോയെന്ന ഒറ്റ കാരണം കൊണ്ട് നീ ഇങ്ങനെ ഒരു പെണ്ണിന്റെ മുന്നില് സ്വയം തരം താഴല്ലേ. എനിക്ക് അതിലേ ഉള്ളു സങ്കടം. ഉപദേശത്തിന് നന്ദി. പക്ഷേ അനുസരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അനുസരിപ്പിച്ചേ അടങ്ങുന്നുള്ള വാശിയൊന്നും വേണ്ട ഡോക്ടർ അലീനയ്ക്ക്. യു ജസ്റ്റ് ലീവ് മീ അലോൺ. ഞാൻ എന്ത് തന്നെ ആയാലും തനിക്കെന്താ? ഇതൊന്നും തന്റെ കൺസേൺ അല്ലല്ലോ. സോ പ്ലീസ്. ശരിയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പഴയ പരിചയം, പ്രണയം, വേണമെങ്കിൽ അങ്ങനെ ചുരുക്കാം നമ്മുടെ ഈ റിലേഷനെ. പക്ഷേ എന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് നിന്റെ ഈ ആറ്റിറ്റ്യൂഡാ ജോബൻ. എന്തുകൊണ്ട് നീ നിന്റെ കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എന്നും ഇങ്ങനെ ചീഫിന്റെ കീഴിൽ ഒരു സാധാരണ ഡോക്ടറായി നടന്നാൽ മതി എന്നാണോ നീ വിചാരിക്കുന്നത്? 2-3 വർഷങ്ങൾക്കുള്ളില് കേരളത്തിലെ, അല്ലെങ്കിൽ വേണ്ട ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റായി അറിയപ്പെടാനുള്ള കാലിബറുള്ള നീ ഇതുപോലുള്ള സില്ലിയായ കാര്യങ്ങൾക്ക് വേണ്ടി നീ നിന്റെ പ്രൊഫഷനെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നതില് ഒരു ഡോക്ടർ എന്ന നിലയില് എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം വിട്ടേക്ക്, പക്ഷേ നിനക്ക് നിന്നോട് തന്നെ നീതി പുലർത്താനുള്ള ഒരു ഉത്തരവാദിത്വമില്ല ജോബൻ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. എന്റെ പ്രൊഫഷനെയും കരിയറിനെയും ഞാൻ ഇങ്ങനെയൊന്നുമല്ല കണ്ടിരുന്നത്. പക്ഷേ എല്ലാം എന്റെ കൈവിട്ടു പോയി. എല്ലാം നീ കാരണമാ. എന്റെ മുഖത്ത് നോക്കി നിനക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു ജോബൻ? ഒരു ട്രാൻസ്ജെൻഡറുമായുള്ള സൗഹൃദം കാരണം സ്വന്തം ഭർത്താവിനോട് നീതി പുലർത്താൻ പറ്റുന്നില്ലെന്ന കാരണം കാണിച്ച് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൈപ്പറ്റിയിട്ടും നീ എന്നെയാ ബ്ലെയിം ചെയ്യുന്നല്ലേ? കൊള്ളാം, ഞാൻ ആ കാരണക്കാരിയെന്ന്. ഐ ഫീൽ പിറ്റി ഓൺ യു ജോബൻ. കണ്ണടച്ചിരിട്ടാക്കുന്നതിനും ഒരു പരിധിയില്ലേ? അങ്ങനെ ഒരു കാരണം മാളു ഉന്നയിച്ചിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണെന്ന് എന്റെ നാവിൽ നിന്ന് എന്നെ കേൾക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് എന്നെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചത് നീയല്ലേ? അതൊരു മാനിപ്പുലേറ്റഡ് സ്റ്റോറി ആണെന്നാണോ നീ ഇപ്പോഴും വിചാരിക്കുന്നത്? സോറി, ഇനി എനിക്ക് ഒന്നും പറയാനില്ല. നീ അവൾക്ക് വേണ്ടി നിന്റെ കരിയറും ജീവിതവും ഒക്കെ നശിപ്പിക്ക. എനിക്കെന്ത് ചെയ്തും? അതെ, എനിക്കെന്ത് സംഭവിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഇതിൽ ബോധേഡ് ആവേണ്ട കാര്യമില്ല. സോ പ്ലീസ് ലീവ് മീ. ഞാൻ എന്റെ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ. മുരളി, എന്റെ മകനെ ന്യായീകരിക്കാനോ വെള്ള പൂശാനോ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഇങ്ങനൊരു നോട്ടീസ് കിട്ടിയപ്പോ ജോബിൻ മാളുവിനോട് ചെയ്ത തെറ്റിന്റെ ആഴവും വ്യാപ്തിയും കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ എന്റെ മനസ്സിൽ. പക്ഷേ പ്രശ്നം അതല്ലല്ലോ ഇവിടെ. മാളു അത് സ്വയം സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഏത് ഗ്രൗണ്ടിലാവും കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പുവിന്റെയും മാളുവിന്റെയും സൗഹൃദത്തിന്
നിയമപരമായി തന്നെ അങ്ങനൊരു ടാഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്ത് വേണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ടീച്ചറെ. എന്റെ ബോളായിട്ട് എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയ പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ നിൽക്കില്ലല്ലോ. എന്നെങ്കിലും ജോബിൻ തന്റെ തെറ്റ് മനസ്സിലാക്കി മാളുവിന്റെ സ്നേഹത്തിന്റെ മഹത്വം തിരിച്ചറിയുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ആ ഉറപ്പിന്മേല ഞാൻ ഇത്രയും നാളും പ്രതീക്ഷയോടെ കാത്തിരുന്നത്. പക്ഷേ ഇനി അങ്ങനൊരു തിരിച്ചറിവ് അവനിൽ നിന്നുണ്ടാവില്ല. കാരണം അവൻ വിശ്വസിച്ചത് ശരിയാണെന്ന് മാളു തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ആരെയാണോ മാളു ജയിക്കാൻ ഉദ്ദേശിച്ചത് അതേ ആളുടെ മുന്നിൽ നിരുപാധികം കീഴടങ്ങിയാണ് അവൾ ഇതിലൂടെ ചെയ്തത്. ഇനി അവർ ഒരുമിച്ചൊരു ജീവിതം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അശ്വതി. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല. ഇതെല്ലാം ആ പണിക്കരുടെ തലതെറിച്ച സന്തതി കാരണം ഉണ്ടായ കുഴപ്പങ്ങളാ. അന്നേ ഞാൻ എല്ലാവരോടും പറഞ്ഞതാ, ആവശ്യമില്ലാത്ത വയ്യാവേലിയൊന്നും തലേ ചുമക്കാൻ നിൽക്കല്ലേ എന്ന്. ടീച്ചർ ഉൾപ്പെടെ അത് ആരും കേൾക്കാൻ തയ്യാറായില്ല. ഒടുക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ. ഇനിയിപ്പോ അനുഭവിക്ക, അത്ര തന്നെ. ഇനി എനിക്കിതിലൊന്നും ചെയ്യാനില്ല മുരളി. എത്രയും പെട്ടെന്ന് ജോബിനെ കണ്ടെത്തി ഡിവോഴ്സിന് സമ്മതിപ്പിക്കണം. അത്രയുള്ളൂ. അവനും അവന്റെ ജീവിതം അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് വെക്കണം. അനുഭവിക്കാൻ യോഗമില്ലാത്തവര് ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. എന്നാ ഇറങ്ങട്ടെ, കാണാം. അതെ, എന്താ രണ്ടാളുടെ ഉദ്ദേശം? ടീച്ചർ മോനെ സ്വന്തം ഇഷ്ടത്തിന് വിടാൻ തീരുമാനിച്ച പോലെ മോളെ അങ്ങ് തുറന്നു വിടാനാണോ? മുരളി, എന്നെ വല്ല അനാഥാലയത്തിലോ വൃദ്ധസ്ഥാനത്തിലോ കൊണ്ടാക്കിയിട്ട് വേണം മോളുടെ തോന്നിയാസ്തിന് രണ്ടുപേരും കൂടെ പച്ചക്കൊടി വീശാൻ. ഇമാതിരി പേക്കൂത്തുകളൊന്നും കണ്ട് ഇവിടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. അതിലും ഭേദം വല്ല അമ്പലനടയിലും ഭജന വിരുന്ന് പ്രാണം കളയുന്നതാ. കൊല്ലും ഞാൻ അവളെ. നാണം കെടുത്താനുണ്ടായോളെ. ഇതിലും ഭേദം നിനക്ക് ഞങ്ങളെയൊക്കെ കൊല്ലാമായിരുന്നില്ലേ? എന്താ ഇത്? വേണ്ട, അവിടെ ഒന്നും ചെയ്യണ്ട. അല്ലേലും ഇനിയിപ്പൊ തല്ലിയും ചതച്ചിട്ട് എന്ത് ചെയ്യാനാ? കതിരെ വളം വെച്ചിട്ട് കാര്യമില്ല മുരളി. നുള്ളണമെങ്കിൽ മുളയിലെ നുള്ളണമായിരുന്നു. ഇനി ഒരു 100 കൊല്ലം നീ ഇവിടെ നിന്ന് മുരടിച്ചു പോയാൽ നിന്റെ ഈ മോഹം നടക്കുമെന്ന് എന്റെ മോള് സ്വപ്നത്തിൽ പോലും കാണണ്ട. ഇനി ഇതിന്റെ പേര് നീ ആത്മഹത്യ ചെയ്താലും ഒരു തുള്ളി കണ്ണീര് പോലും ഞങ്ങളുടെ കണ്ണീന്ന് പൊടിയില്ല. സന്തോഷത്തോടുകൂടി ഞങ്ങൾ അതങ്ങ് സ്വീകരിക്കും. എന്നാലും നീ മനസ്സിൽ വല്ലതും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ, ഓർത്തോ. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കെ കടിച്ച് വളർത്തണമെന്ന് കാരണവന്മാര് പറഞ്ഞത് വെറുതെ അല്ല. സമ്പാദിക്കാനുള്ള യോഗം മാത്രം പോരാ അശ്വതി, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം. അതുപോലെ മക്കളുടെ കാര്യം ഉണ്ടായ മാത്രം പോരാ, അവരുടെ സ്നേഹം കിട്ടാനും വേണം യോഗം. നിനക്ക് നിന്റെ കെട്ടിയോനും അത് ഉതകാതെ പോയി.